നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ നിലവിലുള്ള വിസ ഫീസുകൾ അടിമുടി മാറ്റാനൊരുങ്ങുകയാണ് ഭരണകൂടം. ഇത് സംബന്ധിച്ച് നേരത്തെ ചില സൂചനകൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുണ്ടായിരുന്നു. പുതിയ താമസ നിയമപ്രകാരം നിലവിലെ വിസ ഫീസുകളിൽ വർധനവ് വരുത്തുമെന്ന് മന്ത്രാലയത്തിലെ താമസകാര്യ വിഭാഗം അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദ്വാനി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പ്രവാസികളുടെ വിസ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഫീസുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യം അധികൃതരുടെ സജീവ പരിഗണനയിലാണെന്ന് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് കുവൈറ്റ് ധനമന്ത്രിയും സാമ്പത്തികകാര്യ നിക്ഷേപ സഹമന്ത്രിയുമായ നൂറ അൽ ഫാസം. പുതിയ റെസിഡൻസി വിസിറ്റ് വിസകൾ എടുക്കുന്നതിനും അവ പുതുക്കുന്നതിനും ഉൾപ്പെടെ നിലവിൽ ഈടാക്കുന്ന ഫീസ് വർദ്ധിപ്പിക്കാനാണ് അധികൃതർ ആലോചിക്കുന്നത്. സ്കൈ ന്യൂസ് അറേബ്യയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിലായിരുന്നു മന്ത്രിയുടെ വെളിപ്പെടുത്തൽ. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ വിസ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കം. കുവൈറ്റ് ഭരണകൂടത്തിന്റെ ഈ തീരുമാനം പ്രവാസികൾക്ക് വലിയ തോതിൽ തിരിച്ചടിയാവുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ശമ്പളത്തിനും ജോലിക്കും ആനുപാതികമാക്കി വിസ ഫീസ് നിശ്ചയിക്കാൻ അധികൃതർ ആലോചിക്കുന്നതായാണ് നേരത്തെ പുറത്തുവന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആലോചിക്കുന്നതിനും അതിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും പുതിയൊരു കമ്മിറ്റിക്ക് രൂപം നൽകിയതായാണ് റിപ്പോർട്ടുകൾ. പുതിയ നിയമത്തിലെ ആർട്ടിക്കിൾ 17 പ്രകാരമാണ് ഈ തീരുമാനം. ഇതുപ്രകാരം റെസിഡൻസി വിസ, വിസ പുതുക്കൽ, എൻട്രി വിസ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ ഫീസുകളും പുനഃപരിശോധിക്കും. പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് വിസ ഫീസുകളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുന്നത്. രാജ്യത്ത് എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ആഗോള എണ്ണ വിലയിലെ വ്യതിയാനങ്ങൾ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്നത് തടയുന്നതിനുമായാണ് ഫീസ് വർധന ഉൾപ്പെടെയുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നതെന്നാണ് കുവൈറ്റ് ധനമന്ത്രിയും സാമ്പത്തികകാര്യ നിക്ഷേപ സഹമന്ത്രിയുമായ നൂറ അൽ ഫാസം വ്യക്തമാക്കിയത്. ഈ വർഷം ജനുവരി 1 മുതൽ രാജ്യത്തെ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് 15% നികുതി ഏർപ്പെടുത്തിയത് ഉൾപ്പെടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിനായുള്ള നീക്കങ്ങളാണ്. ഒന്നിലധികം രാജ്യങ്ങളിലോ അധികാര പരിധിയിലോ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾക്കാണ് കുറഞ്ഞത് 15% നികുതി ഏർപ്പെടുത്തിയത്. പുതിയ നികുതി രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന 300ഓളം ബഹുരാഷ്ട്ര കമ്പനികളെ ബാധിക്കുമെന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നികുതി ഇനത്തിൽ പ്രതിവർഷം ഏകദേശം 250 ദശലക്ഷം ദിനാർ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി അറിയിച്ചു. അതേസമയം ഈ നികുതി കുവൈറ്റ് കമ്പനികൾക്ക് കൂടി ബാധകമാക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഉന്നതതല തീരുമാനം ആവശ്യമാണെന്നും ധനകാര്യമന്ത്രി പറഞ്ഞു. നിക്ഷേപങ്ങൾ ആകർഷിക്കുക, തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക, വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുക, സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക, സർക്കാർ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിലാണ് കുവൈറ്റ് നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അവർ പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുന്ന പുത്തൻ നിയമ പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭരണകൂടത്തിന്റെ തീരുമാനം എന്ന് വേണം പുതിയ ഇത്തരം നീക്കത്തിലൂടെ വിലയിരുത്താൻ.